സുപ്രഭാതം. ഇപ്പോൾ ഫോൺ എടുത്തിട്ട് ആരെങ്കിലുമൊക്കെ വിളിക്കാൻ തുടങ്ങിയ അപ്പോൾ മുതൽ ഈ സൈബർ മുന്നറിയിപ്പാണ്. സ്ഥിരമായി ഈ റെക്കോർഡ് മുന്നറിയിപ്പ് കേൾക്കാൻ തുടങ്ങിയതോടെ ഫോൺ വിളി എന്നത് ഇപ്പോൾ പലർക്കും ഒരു കലിപ്പുണ്ടാക്കുന്ന കാര്യമായി മാറിയിട്ടുണ്ട്. സംഭവം അല്പം അസ്വസ്ഥ ഉണ്ടാക്കുന്നതാണെങ്കിലും കാര്യങ്ങളുടെ കിടപ്പ് അത്ര പന്തിയല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ചിലരുടെ അതിബുദ്ധിയിൽ നമ്മളെപ്പോലുള്ള നിരവധി മനുഷ്യർക്കാണ് ജീവനും ജീവിതമൊക്കെ നഷ്ടമാകുന്നത്. എല്ലാവരും വിചാരിക്കുന്ന പോലെ സൈബർ തട്ടിപ്പുകാരുടെ പ്രധാന കേന്ദ്രം ടെലഗ്രാമോ ഇൻസ്റ്റഗ്രാമോ ഒന്നുമല്ല. നമ്മളെല്ലാം ദിനചര്യയുടെ ഭാഗമായി കൊണ്ടു നടക്കുന്ന വാട്സപ്പാണ് സൈബർ തട്ടിപ്പിനായി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. അതായത് നമ്മുടെ പണം തട്ടിയെടുക്കുന്ന സ്വകാര്യ വിവരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്ന, നമ്മുടെ ഗാലറിയിൽ നിന്നൊക്കെ തട്ടിയെടുക്കുന്ന ഫോട്ടോ വീഡിയോ ഉൾപ്പെടെയുള്ളവയൊക്കെ തട്ടിയെടുത്ത് നമ്മോട് തന്നെ വിലപേശുന്ന സംഘം നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഉണ്ട്. ഏറ്റവും പുതുതായി നടക്കുന്ന സൈബർ അറസ്റ്റ് വരെ നീളുന്ന തട്ടിപ്പുകൾക്ക് വിവിധ മുഖങ്ങളുണ്ട് എന്നുള്ള വസ്തുവും കൂടി നമ്മൾ മനസ്സിലാക്കണം. ജാഗ്രതയില്ലെങ്കിൽ പണി ആർക്കും കിട്ടും. സൈബർ ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട ചില കണക്കുകളൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നവർ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോം വാട്സപ്പാണ്. 2024 ആദ്യ 3 മാസം, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായി വാട്സപ്പ് വഴി തട്ടിപ്പ് നേരിട്ടതുമായി ബന്ധപ്പെട്ട് 43,797 പരാതികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഇപ്പോൾ നടന്നു വരുന്ന തട്ടിപ്പുകളുടെ ചെറിയ ഒരു കണക്ക് മാത്രമാണെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം മിക്ക ആളുകളും തട്ടിപ്പിനിരയായത് മാനനഷ്ടം ഭയന്നോ അല്ലെങ്കിൽ കേസിൻ്റെ പിന്നാലെ നടക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊക്കെ പരാതിപ്പെടുന്നത് വളരെ കുറവാണ്. അതിനാൽ ലഭിച്ച പരാതികളേക്കാൾ ഓൺലൈൻ വഴി സൈബർ ഗൂഢസംഘങ്ങൾ നടത്തുന്ന തട്ടിപ്പ് പല മടങ്ങാണെന്ന് വേണം നമ്മൾക്ക് കണക്കാക്കാൻ. വാട്സപ്പിന് പുറമെ ടെലഗ്രാം, ഇൻസ്റ്റഗ്രാം എന്നിവ വഴിയും വ്യാപകമായി തട്ടിപ്പ് നടക്കുന്നുണ്ട്. കൂടുതൽ വാട്സപ്പിലാണെന്ന് മാത്രം. 3 മാസത്തിനിടയ്ക്ക് ടെലഗ്രാമിനെതിരെ 22,680 പരാതികൾ ലഭിച്ചു. ഇൻസ്റ്റഗ്രാമിനെതിരെ 19,800 പരാതികളും ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്കുകളിൽ പറയുന്നുണ്ട്. സൈബർ കൊള്ള സംഘങ്ങൾ നടത്തുന്ന തട്ടിപ്പിന് ഗൂഗിൾ പ്ലാറ്റ്ഫോമുകൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. തട്ടിപ്പിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന രീതി ഓൺലൈൻ പരസ്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഗൂഗിൾ ആഡ്സ് വഴി സൃഷ്ടിക്കുന്ന ഇത്തരം പരസ്യങ്ങൾ പ്രധാനമായും ചില ടാർഗറ്റഡ് ഗ്രൂപ്പിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. പ്രധാനമായും ജോലി അന്വേഷിക്കുന്ന യുവാക്കൾ, വീട്ടമ്മമാർ, റിട്ടയർഡായിരിക്കുന്ന ആളുകൾ, ഇങ്ങനെ ടാർഗറ്റഡ് ഗ്രൂപ്പുകൾ വിവിധ തരത്തിലുണ്ട്. ബുക്ക് ബുച്ചറിംഗ് സ്കാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാം എന്നിങ്ങനെയൊക്കെയാണ് ഇവർക്കെതിരെയൊക്കെ നടക്കുന്ന തട്ടിപ്പുകളെ അറിയപ്പെടുന്നത്. ഗൂഗിളിന് പുറമെ സ്പോൺസേഡ് ആഡുകൾ നൽകിയ ആളുകളെ വഞ്ചിക്കാൻ കുറ്റവാളികൾ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം സ്പോൺസേഡ് ആഡ് എന്നിവയൊക്കെ ഉപയോഗിച്ചു വരുന്നു. തട്ടിപ്പുകാർ മുഴുവൻ ഇന്ത്യയിലല്ല എന്നതുപോലെ തന്നെ തട്ടിപ്പിന് ഇരയാകുന്നവരും ലോകം മുഴുവനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് ഓൺലൈൻ ജോലി. ഓൺലൈൻ ജോലിയുടെ പേരിൽ തട്ടിപ്പ് ലോകവ്യാപകമായി നടക്കുന്നുണ്ടെന്നും ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഓൺലൈൻ ജോബ് ഓഫറുകളും അതുപോലെ തന്നെ സ്പോൺസർ ആഡ് വഴിയും അല്ലാതെയൊക്കെ ആയിട്ട് ധാരാളമായിട്ട് ഇത്തരം ഓൺലൈൻ ജോലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുന്ന പരസ്യങ്ങൾ പലപ്പോഴും നമ്മളെ എത്തിക്കുക ഒരു അനധികൃത അല്ലെങ്കിൽ നിയമവിരുദ്ധ ആപ്പുകളിലേക്കാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ നമ്മുടെ ഫോണിലെ എല്ലാ വിവരങ്ങളും തട്ടിപ്പുകാരുടെ കയ്യിലിരിക്കും. എത്രയൊക്കെ സുരക്ഷിതമെന്ന് പറഞ്ഞാലും ഫോൺ എത്ര വില കൂടിയതായാലും തട്ടിപ്പ് നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിൽ നഷ്ടമാകുന്നത് നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ മുതൽ നമ്മുടെ ബാങ്കിങ് ആപ്പുകളിലെ വിവരങ്ങൾ വരെയാണ്. അതുപോലെ പണം നഷ്ടമാകലും ഭീഷണിയൊക്കെ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്യും. രാജ്യത്ത് തട്ടിപ്പ് നടക്കുക മാത്രമല്ല, അതിനെ തടയിടാനുള്ള ശ്രമങ്ങളും മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്റർ അഥവാ I4C ആണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സൈബർ ആൻഡ് ഇൻഫർമേഷൻ വിഭാഗത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് I4C. ന്യൂഡൽഹി ആസ്ഥാനമായാണ് I4Cയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ 6 ലക്ഷം ഫോൺ നമ്പറുകളാണ് I4C റദ്ദാക്കിയിട്ടുള്ളത്. തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ച IMEI നമ്പർ തിരിച്ചറിഞ്ഞ 1 ലക്ഷം മൊബൈൽ ഫോണുകളും ഇത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് സംഘം ആളുകളിൽ നിന്ന് പണം വാങ്ങിക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന 3,25,000 വ്യാജ ബാങ്ക് അക്കൗണ്ടുകളാണ് I4C ഇതുവരെ മരവിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുകൂടാതെ തട്ടിപ്പിനായിട്ട് ഉപയോഗിച്ചു വരുന്ന 709 മൊബൈൽ ആപ്ലിക്കേഷനുകളും ഇതുവരെ I4C റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സമയം തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. തട്ടിപ്പുകാരെ പൂട്ടാൻ സർക്കാർ സംവിധാനങ്ങൾ ഒരു സ്ഥലത്ത് പണിയെടുക്കുമ്പോൾ തന്നെ മറുവശത്ത് തട്ടിപ്പ് സംഘവും പുതിയ വഴികൾ തേടി ഉള്ള പണിയെടുക്ക് നടക്കുന്നുണ്ട്. തട്ടിപ്പിൻ്റെ പേരും രീതിയൊക്കെ മാറി മാറി വരും. അതിനാൽ നമ്മുടെ ജാഗ്രത മാത്രമാണ് സൈബർ ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. Waytonikah.com, the exclusive Muslim matrimonial site.